സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. ഞാൻ കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ എങ്ങടാ പോണേ? ശരിക്കും ഇതൊരു 3 days കൊച്ചി മാത്രം ഉള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കാക്കനാട് വഴിയാണ് നമ്മുടെ അമ്മാത്തേക്ക് പോവാണ്. അമ്മാത്തെന്ന് പറയുമ്പോൾ അമ്മയുടെ സ്ഥലം പാഴൂർ മനയാണ്. പാഴൂരാണ് കുറൂർ മന എന്നാണ്. അപ്പോൾ ആ പാഴൂർക്ക് പോകാൻ വേണ്ടി അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോണ വഴി നമ്മളൊരു ഹോട്ടലിൽ കയറി കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അമ്മാത്തെത്തി. അമ്മാത്ത് നല്ലൊരു സ്ഥലമാണ് ശരിക്കും പറയാന്ന് വെച്ചാൽ. ഭയങ്കര കുറേ നൊസ്റ്റാളജിയ ഓർമ്മകളും ഒക്കെ. മുത്തശ്ശിയുള്ള കാലമൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ പഴയ വഴികളാണ് ശരിക്കും പറയാന്ന് വെച്ചാൽ. ബാക്കിലൂടെ പറമ്പിൽ ഒരു വഴിയുണ്ട് വിച്ച് ഈസ് കണക്റ്റിംഗ് ടു ദ അമ്പലം. അപ്പോൾ പാഴൂരപ്പൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ പോണ വഴിക്കുള്ള ഒരു വിഷ്വൽസാണ് ഇതൊക്കെ. ആൻഡ് ഓഫ് കോഴ്സ് ഇത് ഉത്സവമാണ്. നമ്മുടെ ശിവരാത്രി കഴിഞ്ഞിട്ടാണ് അവിടെ ഉത്സവമൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നത് ചില ശിവൻ്റെ അമ്പലങ്ങളിലൊക്കെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാം. പണ്ട് തന്നെ അറ്റൻഡ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യവും അത് മുടക്കാണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. നല്ലൊരു ദിവസമായിരുന്നു ശരിക്കും പറയാന്ന് വെച്ചാൽ. എഴുന്നള്ളിപ്പ് അടുത്ത ദിവസമായിരുന്നു ശരിക്കും പറയാന്ന് വെച്ചാൽ എഴുന്നള്ളിപ്പൊക്കെ. പക്ഷേ അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ആനവട്ടം വെഞ്ചാപുരം ഒക്കെ അവിടെ ഇരിക്കണ കണ്ടു. സോ ഐ തോട്ട് ഫോട്ടോ എടുക്കാം, സെൽഫി എടുക്കാം എന്ന് വിചാരിച്ചു. അതിൻ്റെ വീഡിയോസാണ്, വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് അവിടെ വച്ചേക്കണേ എന്നുള്ളത്. ഇത് പാഴൂർ അപ്പം എന്ന് പറയും. പാഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ പിറവം പാഴൂർ സ്ഥലത്ത് അപ്പോൾ കൊടിയൊക്കെ ഏറ്റിയായിരുന്നു. അപ്പോൾ അത് കുറച്ച് ദിവസമുണ്ട്. ഇത് 27 വരെയാന്ന് തോന്നുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് നല്ലൊരു ഈവായിരുന്നു ശരിക്കും പറയാന്ന് വെച്ചാൽ. ആ രാത്രിയിൽ ശരിക്കും എല്ലാ ലൈറ്റ്സും കൂടെ ഒക്കെ വിളക്കൊക്കെ കത്തിച്ചായിരുന്നു. ചുറ്റും വിളക്ക് കത്തിച്ചായിരുന്നു. ആ വിളക്കിൻ്റെ വിഷ്വൽസാണ് ഇതൊക്കെ. ഇത് ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു പുഴയുടെ തീരത്താണ് ഈ ഒരു അമ്പലം വരുന്നത്. അപ്പോൾ നല്ല രസമാണ് ശരിക്കും. രാവിലെയൊക്കെയാണിത്. പിന്നെ അന്ന് അമ്മാനൊക്കെ ഉണ്ടായിരുന്നു, അച്ഛനും ഞാനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ, അരങ്ങേറ്റവും അങ്ങനെയൊക്കെ, പിള്ളേരുടെ അരങ്ങേറ്റമൊക്കെ ഉണ്ടായി. ഓഫ് കോഴ്സ് ഐ ഡു ഇലസ്ട്രേഷൻ വെൻ ഐ ട്രാവൽ. സോ ഇതൊക്കെ ശിവൻ്റെ ഇതൊക്കെ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശിവൻ്റെ ഒരു ഇലസ്ട്രേഷൻ ഞാൻ അവിടെ ഇരുന്ന് രാത്രി അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്ന് ചെയ്ത ഒരു ഡ്രോയിങ് ആണിത്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ പോയിരുന്നു. അന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. സോ രാവിലത്തെ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ശരിക്കും പറയാന്ന് വെച്ചാൽ. ലൈക്ക് നമ്മൾ രാവിലെ ആനയുടെ എഴുന്നള്ളിപ്പും പിന്നെ പഞ്ചാരി മേളവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനും. പക്ഷേ ഈ വഴികൾ എപ്പോഴും ഞാൻ പോകുമ്പോൾ എനിക്ക് മുത്തശ്ശി, ചിറ്റശ്ശി ഇവരൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അവരൊക്കെ പണ്ട് തന്നെ നമ്മൾ വരുമ്പോൾ എല്ലാം അങ്ങനെ ഉണ്ടാക്കി വെക്കും, ഫുഡ് ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാളജിയ ഫീലിങ്സാണ് എനിക്ക് എപ്പോഴും പലപ്പോഴും ഈ ഒരു പാഴൂർ വരുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ തൂക്കുപാലം വന്നിട്ടുണ്ട്. അപ്പോൾ ആ തൂക്കുപാലത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അവിടെ ഇഷ്ടിക ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അമ്പലമാണ്, ഇപ്പുറത്ത് തൂക്കുപാലം. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ കറക്റ്റ് സമയത്ത് എത്തിയ കാരണം നമുക്ക് ഒപ്പം എന്താ പറയുക, തേവരുടെ കൂടെ എന്നാൽ നമുക്കൊന്നൊരു വാക്കാവാം എന്നുള്ള രീതിയിൽ തേവർ നമ്മളെ കണ്ട് ഇറങ്ങി വന്ന പോലെയായി. അപ്പോൾ മേശാന്തി തേവരെ പിടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ചുറ്റും പ്രദർശനം വെച്ച് ഇങ്ങനെ തൂവാണ്. അവിടുത്തെ തന്ത്രി പുലിയൂർ തൂവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എഴുന്നള്ളിപ്പായി. ആനയുടെ മേത്ത് മുകളിൽ കോലം വെച്ച് ഉള്ള ഒരു എഴുന്നള്ളിപ്പും പിന്നെ മഞ്ചാരി മേളമാണ്. അപ്പോൾ ഇത് നല്ല വിഷ്വൽസാണ് ശരിക്കും പറയാന്ന് വെച്ചാൽ. നിങ്ങൾക്കറിയാം, കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും എത്ര ഹ്യൂജാണ് ആ അമ്പലം. ഇറ്റ് വാസ് ആക്ച്വലി ഈ ഒരു അമ്പലവും മറ്റേ വൈക്കം പിന്നെ ഒരു അമ്പലം കൂടെ ഉണ്ട്. ആ 3 അമ്പലം ഒരേ ആശാരിയാണ് പണിതേക്കണേ. സോ ഇറ്റ് ഈസ് വെരി വെരി ഓൾഡ് അമ്പലം ആൻഡ് വെരി ഹ്യൂജ് ഓൾസോ. അപ്പോൾ പോകാത്തവർ അവിടെ പോകണം. ആൻഡ് ഓഫ് കോഴ്സ് ഇത് കണ്ടോ, ആനയുടെ മേത്തേക്ക്
അതൊക്കെ ഒരു പുതിയൊരു വിഷ്വൽസാണ്. സോ ഞാനതൊക്കെ ഷോർട്സ് ആയിട്ട് ഇട്ടായിരുന്നു. ബട്ട് ഐ തോട്ട് ഇതൊരു എനിക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം എന്ന് തോന്നി. ദിസ് ഇസ് ലൈക്ക് ബേസിക്കലി എ വെരി ഗുഡ് വിഷ്വൽ ആക്ച്വലി ടു സീ. ഒരു ആനയേ ഉള്ളൂ. അപ്പോൾ ആ ആനയ്ക്ക് മുകളിലാണ് പഴൂരപ്പൻ്റെ ഇത് കൊടുത്തു. ആൻഡ് അവിടെ പോയി നിർത്തി അതിന്. എന്നിട്ട് ഫോർ നല്ലൊരു ഈവായിരുന്നു. നല്ലൊരു എന്നുവെച്ചാൽ ഭയങ്കര ഡിവൈനായിട്ടുള്ളൊരു ലുക്കായിരുന്നു ശരിക്കും പറയാൻ. ഇവിടുന്ന് കാണുമ്പോൾ നല്ലൊരു സുഖമല്ലേ കാണാൻ. അത് കഴിഞ്ഞ് പിന്നെ ഇത് രാവിലെ ആയ കാരണം പഞ്ചാരി മേളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പഞ്ചാരി മേളത്തിൻ്റെ വിഷ്വൽസ് സ്റ്റാർട്ടിങ് അവിടെ നിൽക്കുന്നുണ്ട് കുറേ പേര്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് പേര് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വിഷ്വൽസ് കാണിച്ചു തരികയാണ്. ലൈക്ക് ദിസ് ഇസ് ദി അമ്പലം ആൻഡ് എവറിത്തിങ്. അവിടെ വഴിപാട് നിങ്ങൾക്ക് കഴിക്കാം. ഷീറ്റാക്കാനൊക്കെ അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ലൈക്ക് എ പുഴ. അവിടെ കാണുന്നത് സൈഡിൽ കാണുന്നതൊക്കെ പുഴയാണ്. ആൻഡ് ഇറ്റ് വാസ് ഹ്യൂജ്. ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭയങ്കര ഹ്യൂജ് അമ്പലമായ കാരണം അതിൻ്റെ ആ ശരിക്കും ഹ്യൂജ്നെസ് കാണാൻ പറ്റും എല്ലാത്തിൻ്റെയും കാര്യത്തിന്. അപ്പം ഇതൊക്കെ ഞാൻ വിഷ്വൽസ് കുറച്ച് എടുത്തു വെച്ചതാണ് പല ആംഗിളിലും ഇങ്ങനെ അങ്ങനെ. അപ്പോൾ ഞങ്ങൾ തന്നെ സെൽഫി എടുത്തു, തേവരുടെ ഒപ്പം സെൽഫി എന്നുള്ള രീതിയിൽ. പിന്നെ അന്ന് തന്നെ ഒരു ഭഗവതിയുടെ ഒരു അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അവിടെ അടുത്ത് തന്നെയാണ്. എനിക്ക് ഉമ്മാൻ്റെ ഭഗവതിയുടെ തന്നെയാണ്. അപ്പോൾ അത് അമ്മാൻ്റെ കൂടെയാണ് പോയത്. ആൻഡ് ഇറ്റ് വാസ് വെരി കേട്ടിട്ടേ ഉള്ളൂ എന്നാണ് അമ്മ പറഞ്ഞത്, എൻ്റെ അമ്മ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് തൊഴണത്. അവിടെയൊക്കെ പോയി പറ വച്ചു. അങ്ങനെ ഇപ്പോൾ ഇത് അവിടേക്ക് പോകുന്ന ഒരു വിഷ്വൽസാണ്. പിറവം അവിടെ തന്നെ അടുത്ത് തന്നെയാണത്. ബട്ട് അക്കരെയാണ്. ഇപ്പോൾ ആ പാലം കണ്ടുവല്ലോ നിങ്ങളുടെ, അത് അക്കരെയാണ്. അപ്പോൾ ഇത് ആൽമരം ഉണ്ട്. നല്ലൊരു കൊച്ചു അമ്പലമാണ്. പക്ഷേ എനിക്ക് തൊഴുതപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഉണർവ് തോന്നി. അപ്പോൾ ശരിക്കും പറയാൻ വെച്ചാൽ ഞാനൊരു സെൽഫിയൊക്കെ എടുത്തു. നല്ലൊരു അന്നും അതെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അമ്പലം എങ്ങനെയൊക്കെയോ തൊഴുതു. നല്ല തിരക്കായ കാരണം അത് കഴിഞ്ഞ് പിന്നെ ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ മുരുകനെ വരച്ചു. എല്ലാ ദിവസവും ഇങ്ങനെ വരയ്ക്കാറുണ്ട്. അതൊരു പ്രോസസ്സായി പോട്ടെ വിചാരിച്ചാണ്. പിന്നെ അടുത്ത ദിവസം ഞാൻ കൊച്ചിയിലെത്തിയിട്ട് പിന്നെ ശ്രീരാമനെയാണ് വരച്ചത്. അപ്പോൾ ശ്രീരാമനെ വെച്ചാൽ കാക്കനാട് തന്നെ ചേച്ചിയുടെ അടുത്താണ് വന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. മോഹൻജിയുടെ ബർത്ത്ഡേ ഇതാക്കിയിട്ട് അവർ ഈ മോഹൻജി ഫൗണ്ടേഷൻ, അമ്മു കെയർ, അവരെല്ലാവരും കൂടി തിരുവനന്തപുരംകാർ ഒരു ഫുഡ് പാക്കറ്റ് വിതരണം ഉണ്ടായി. അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു തിരുവനന്തപുരത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഒരു ഫാമിലേക്കാണ്. ആനിമൽസിനെയൊക്കെ റെസ്ക്യൂ ചെയ്തിട്ടുള്ള ഒരു ഫാമിലേക്കാണ് പോയത്. അഹിംസ എന്നാണ് അതിൻ്റെ പേര്. ആൻഡ് ഓഫ് കോഴ്സ് അവിടേക്ക് പോകാൻ അതൊരു ടെമ്പോ ട്രാവലർ എടുക്കുക ചെയ്തത്. അത് കൊല്ലം അടുത്തൊരു നിലമേൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത്, അതാണ് ബസ് സ്റ്റോപ്പ് എന്ന് തോന്നുന്നുണ്ട്, അറിയില്ല കറക്റ്റ്, എനിക്ക് ലൊക്കേഷൻ അറിയില്ല. പക്ഷെ അത് അവിടേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക ഹില്ലി ഏരിയ പോലെയൊക്കെയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഫാമായ കാരണം. അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ ഇരുന്നു. അപ്പോൾ ഞാൻ പോണ വഴിക്ക് ഞാൻ വീഡിയോ എടുത്തതാണ്. അവിടെ എത്തി ഉള്ള മാട് എന്തൊക്കെയുണ്ടോ അവിടെയൊക്കെ എല്ലാവരും ഉണ്ട്. ആൻഡ് എവ്രിബഡി വാസ് ഫ്രണ്ട്ലി കൈൻഡ് ഓഫ്. എവ്രിബഡി ഈസ് കമ്മിങ് ടു അസ്, ലുക്കിംഗ് അറ്റ് അസ്. ഓക്കെ, വാട്ട് ഹാവ് യു ബ്രോട്ട് അസ്? എല്ലാവർക്കും ഫ്രൂട്ട്സ് കൊണ്ടുവന്നു. പിന്നെ അവർ കഴിക്കുന്ന ആനിമൽ ഫുഡ് കൊണ്ടുവന്നു. അങ്ങനെ പലതും കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമ്മൾ വാട്ടർമെലോൺ ഒക്കെ കൊണ്ടുവന്നായിരുന്നു, ബനാന കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അവരുടെ ഇതൊക്കെയാണ് കൊണ്ടുവന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. ഇവരൊക്കെയാണ് നമ്മുടെ ആൾക്കാർ, ഫ്രണ്ട്സുകൾ. അപ്പോൾ അവരെയൊക്കെ ഇനി ഫീഡ് ചെയ്യണം. ഇനി ഫീഡിങ് സെഷനാണ്. അപ്പോൾ അതിനുള്ള പാത്രങ്ങളിൽ കുറേ സാധനങ്ങളൊക്കെ ഈ മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ട് നമുക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കാം. അപ്പം അങ്ങനെ റാബിറ്റ് ഉണ്ട്, കൗ ഉണ്ട്, വയ്യാത്തൊരു ഹോഴ്സ് ഉണ്ട്. അതൊക്കെ എനിക്ക് വിഷമം തോന്നി ശരിക്കും പറയാൻ വെച്ചാൽ. ഭയങ്കര വയ്യ ആ ഹോഴ്സിനെയൊക്കെ. ഈ ഹോഴ്സ് കണ്ടോ ഇങ്ങനെ വയ്യാണ്ടായിട്ട്. അപ്പോൾ കുറേ നാളായി ഇങ്ങനെയായിട്ട്. ബട്ട് വന്നപ്പോൾ ഇങ്ങനെയായിരുന്നില്ല കണ്ടീഷൻ, ഇറ്റ് വാസ് വേഴ്സ്. ഇപ്പോൾ അത് കുറച്ച് നേരെയായി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ ഇനി എന്തായാലും ആൾക്കാരെയൊക്കെ കണ്ടു. ഇനി എല്ലാവരെയും ഒന്ന് ഹായ് പറയുക. അവർക്ക് ഇനി റെഡി ആയിട്ട് നിൽക്കുകയാണ് അവർ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി.
അപ്പം അതാണ് അവർക്ക് നോക്കിക്കണേ. ദേ നോ ദാറ്റ് ഇറ്റ്സ് ദെയർ ഫുഡ് ആൻഡ് എവറിത്തിങ്. സോ അതിൻ്റെ ഉള്ള പ്രിപ്പറേഷനാണ് ഇത്. അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു, ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും അതേ ഹാപ്പി ആയി ശരിക്കും പറയാൻ വെച്ചാൽ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആ വാട്ടർ മെലോൺ കട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ പീസ് ആക്കുമ്പോഴാണ് എല്ലാവർക്കും കിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാതും കൂടെ ഒരുമിച്ചാകുമ്പോൾ ഇപ്പോൾ അമ്മു കെയർ കമ്പാഷൻ ഇസ് ഇൻ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു ബാനറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ദിസ് ഈസ് എ വെരി ഗുഡ് പ്രോസസ്സ്. നമ്മളെല്ലാവരും ആദ്യം കുറേ നമ്മൾ ഫുഡ് കൊടുത്തായിരുന്നു, ഫ്രൂട്ട്സ്. അത് പക്ഷേ വിഷ്വൽസ് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റിയില്ല ബിക്കോസ് വി വർ ബിസി ഗിവിങ് അവേ. ബട്ട് ഐ മാനേജ് ടു ഗിവ് ഇതൊരു വിഷ്വൽ എനിക്ക് കിട്ടാൻ എടുത്തു ഞാൻ പഴം കൊടുക്കണത് പശുക്കൾ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി സത്യം പറഞ്ഞാൽ. ആൻഡ് ഓഫ് കോഴ്സ് ദർ ഇസ് ന്യൂ തിങ്സ് കമ്മിങ് അപ്പ്. വഴിയെ അത് മനസ്സിലാക്കാൻ പറ്റും. വെരി ബിഗ് തിങ്സ് എന്ന് പറഞ്ഞാൽ കുട്ടി കാര്യങ്ങൾ സംഭവിക്കണുണ്ട് ഈ ഒരു ഉഷാസ് കുട്ടി ലോകത്തിൽ. അപ്പോൾ അത് ഞാൻ വഴിയെ പറയാം. സോ ബട്ട് അതിൻ്റെ ഒരു ചെറിയ വിഷ്വൽസാണ് ഇതൊക്കെ. സോ താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദിസ് കുട്ടി വീഡിയോ.